ബ്ലെൻഡറിൽ ക്രഷ് ചെയ്തെടുത്ത ബീഫ് കൊള്ളി പൊടിച്ചതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും അതെടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കൊള്ളിയും ബീഫും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൽ നിന്ന് ഒരേ ഉരുളകൾ എടുത്തിട്ട് കൈവെള്ളയിലിട്ടിട്ട് ഒന്ന് ഷേപ്പാക്കി ഒരു പാത്രത്തിലേക്ക് വെക്കുക. അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇനിയും വെള്ളം ഒന്ന് മിക്സായിട്ട് വരില്ല. അത് നമ്മൾക്ക് കോട്ടിങ്ങിന് വേണ്ടിയുള്ളതാണ്. പിന്നെ അതിനോടൊപ്പം ബ്രെഡ് പൊടിച്ച് വയ്ക്കുക. ഞാൻ ബ്രെഡും പൊടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ വെളിച്ചെണ്ണ തിളച്ചതിന് ശേഷം നമ്മൾ കോഴിമുട്ടയുടെ വെള്ളയിലൊന്ന് കോട്ട് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് ഓരോന്നായിട്ട് തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഓരോന്നോരോന്നായി അങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മൾക്കൊരു 6-7 എണ്ണം ഒരു ട്രിപ്പ് നമുക്ക് വറുത്ത് കോരാം. പിന്നെ ഇത് വളരെ ടേസ്റ്റുള്ള ഒരു കട്ട്ലേറ്റാണ്. ഒരു പുറം മരിഞ്ഞാൽ നമ്മൾക്ക് മറ്റേ പുറം തിരിച്ചിടാം. എന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. അങ്ങനെ നമ്മളിവിടെ കട്ട്ലേറ്റ് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് കോരിയെടുക്കാം. ഓരോന്നായിട്ട് കോരിയെടുക്കാം. ഇത് വളരെ എളുപ്പമാണ് ചെയ്യാൻ. വെളിച്ചെണ്ണ അധികം കുടിക്കുകയില്ല. മറ്റേ കട്ട്ലേറ്റ് പോലെ വെളിച്ചെണ്ണ അധികം കുടിക്കില്ല. വെളിച്ചെണ്ണ വളരെ കുറവ് മതി. അപ്പോൾ ഇവിടെ നമ്മളെ കട്ട്ലേറ്റ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ.